അപ്പോൾ നമ്മൾ ഇന്ന് യൂറിക് ആസിഡിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അത് നമ്മൾ ഇതെടുത്തിരിക്കുന്ന മഷിത്തണ്ടാണ്. അപ്പോൾ ഇത്രയും മഷിത്തണ്ട് നമ്മൾ നല്ലൊരു കഴുകിയെടുക്കുകയാണ്. നേരത്തെ ഞാൻ കഴുകിയായിരുന്നു. ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴുകി ഇപ്പോൾ എടുത്തതിൻ്റെ പകുതി ഉണ്ട്, ഇത്രയും മതിയാണ്. ഇത് നമ്മൾ സെയിമായിട്ട് മുറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിവിടെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് തിളപ്പിച്ച് ചൂടാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ തിളച്ച് ഈ പരുവമായി, ഈ കളറായി, ഈ കളറിലാകും. അത് മഞ്ഞ കളർ പോലെ ഇരിക്കും ഈ സാധനം, വെള്ളം. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളിനി ഇത് ഗ്ലാസ്സിലോട്ട് പകർത്തുകയാണ്. ബാക്കി വരുന്നത് നമുക്ക് ഇത് വേണ്ട, ഇതേ കളർ കണ്ടോ, ഈ കളറിൽ നമുക്ക് കിട്ടും. ഇതേ കളറിലിരിക്കും, നല്ല മഞ്ഞ സ്വർണ്ണ കളർ പോലെ ഇരിക്കും. ബാക്കി വരുന്നത് നമ്മളിത് ഈ ഇലയെല്ലാം നമുക്ക് കഴിക്കാം. ബാക്കി വരുന്നത് നമുക്ക് പിന്നീട് കുടിക്കുക, ഇലയെല്ലാം ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്താണ്, നല്ലതുപോലെ തിളച്ച് എടുത്ത് ഈ കളറിൽ കിട്ടും നമുക്ക്. ഈ മഷിത്തണ്ടിൻ്റെ ഈ ഇലയാണ്. അതായത് യൂറിക് ആസിഡിന് ഏറ്റവും ഉത്തമമായ ഒരു ചെടിയാണിത്. ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം ഞാനിത് കുടിച്ച് കാണിക്കുകയാണ്. ചെറു ചൂടോടുകൂടി ഇത് ഊതി കുടിക്കുന്നതാണ് ഉത്തമം. ഇനി നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ ഇല രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ 3 നേരം നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് സൗകര്യപ്പെടുന്ന അന്നേരം ഈ ഇല നല്ലതുപോലെ ചവച്ചരച്ച് ഇല ഉൾപ്പെടെ അകത്തിറക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതിൻ്റെ ഇലയും തണ്ടോടുകൂടി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു യൂറിക് ആസിഡിന് ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണിത്. ഇതാരും വിട്ടുകളയരുത്. യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.